ഹായ്. അപ്പോൾ ഇന്ന് വൈകിട്ടായപ്പോഴേ നമ്മുടെ ഓഫീസിൽ പലർക്കും പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 3 വർഷക്കാലം വേൾഡ് വൈഡായി നല്ല വിജയം കൈവരിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഒലിവിയയുടെ ഓൺലൈൻ ഓഫീസും. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ് ചെയ്യൂ. ഞാൻ ഈ ഒലിവിയ ഡിസൈൻസുമായിട്ട് ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ എൻ്റെ എഡിറ്റിംഗ് മിസ്റ്റേക്ക് കാരണം വോയിസ് കറക്റ്റ് അല്ലായിരുന്നു. അതെനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക്, ഞാൻ ശ്രദ്ധിച്ചില്ല. പിന്നെയാണ് കമന്റ് ബോക്സ് ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത്. ഓക്കെ, വോട്ടവർ. അപ്പോൾ ഇതിൽ വേറെ കുറച്ച് ഡീറ്റെയിൽസ് കൂടി ഉൾപ്പെടുത്തിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ മാക്സിമം കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് അവിടെ നിന്ന് ഉണ്ടായിട്ടുള്ള അഭിപ്രായങ്ങളും നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്ന സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഈ ഒലിവിയ ഡിസൈൻസ് അവർ പൂട്ടുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലോട്ടൊക്കെ നമുക്ക് വരാം. അതിന് മുന്നേ ഇവർ ഇൻസ്റ്റാ പേജിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഇട്ടുന്ന 1-2 റീൽസ് ഞാനിവിടെ ഒന്ന് കൊടുക്കാം. എന്തോ ഒത്തൊരുമയായിട്ട് ഭയങ്കര ഈ പറയുന്ന സ്റ്റാഫുകളുമായിട്ട് അത്രയും ഫ്രണ്ട്ലി ആയിട്ടിരുന്ന് ഫുഡ് കഴിക്കുന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കൊടുക്കാവുന്നു. ഹായ്. അപ്പോൾ ഇന്ന് വൈകിട്ടായപ്പോഴേ നമ്മുടെ ഓഫീസിൽ പലർക്കും ഫ്രൈഡ് ചിക്കൻ തിന്നാൻ കൂതി. എല്ലാവരും ഇത് കഴിക്കത്തില്ല, അതുകൊണ്ടാണ് വളരെ കുറച്ച് പേര് മാത്രം ഉള്ളത് കേട്ടോ. ഓർഡർ ചെയ്തു, സാധനം എത്തി, എല്ലാവരും കൂടി ഇങ്ങനെ അങ്ങോട്ട് വട്ടം ഇരുന്ന് കഴിക്കുക കേട്ടോ. ഈ ഒരു ഒത്തൊരുമയും ഈ ഒരു ഹാപ്പിനെസ് ഒക്കെയാണ് കേട്ടോ പലർക്കും അസ്വസ്ഥതപ്പെടുത്തുന്നത്. അതങ്ങനെ തന്നെയാണ്. നമ്മളുടെ സന്തോഷമാണ് ഒരിക്കലും മറ്റുള്ളവർക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റാത്തത്. നീ ദുഃഖിക്കുവാണോ? നിന്റെ ചുറ്റിനും വരുന്ന നിന്നെ തലോടാൻ കുറേ പേര് കാണും, അതിനുശേഷം അപ്പുറത്ത് പോയിരുന്ന് ചിരിക്കാനും. പക്ഷെ നമ്മുടെ ചിരിയാണ് പലരെയും അങ്ങോട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്നത്. അതവർക്ക് താങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? മാക്സിമം നമ്മുടെ ലൈഫ് ഹാപ്പിനെസ് ആക്കി കൊണ്ടുപോവുക. നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിനായിട്ട് 100% ജെന്യുവിനായി ഹാർഡ് വർക്ക് ചെയ്യുക. മറ്റതൊക്കെ ഒരു സൈഡിൽ കിടക്കുമെന്നേ. ഓക്കെ, പറയുന്ന വാക്കുകളൊക്കെ ഭയങ്കര വിലപ്പെട്ട വാക്കുകളാണ്. അതുപോലെ ഇങ്ങനെ ഈ സ്റ്റാഫുമായിട്ട് ഓണർ ഇരുന്ന് ഫുഡ് കഴിക്കുന്നു, അതും തറയിലിരുന്നൊക്കെ കഴിക്കുന്നു, ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഇങ്ങനത്തെയൊക്കെ ഒരു സ്ഥാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വപ്നങ്ങളിൽ മാത്രം എന്ന് തന്നെ പറയാൻ പറ്റും. ഇത്രയും നല്ലൊരു ഈ പറയുന്ന സ്റ്റാഫുകളായിട്ടൊക്കെ ഭയങ്കര സ്നേഹത്തോട്ട് ഇരുന്ന് കഴിക്കുന്ന കാണുമ്പോൾ തന്നെ ഓഫ് കോഴ്സ് ഇത് കാണുമ്പോൾ തന്നെ ഒരുപാട് പേര് അങ്ങോട്ട് എങ്ങനെയെങ്കിലും അവിടെ ഒരു ജോലി കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് അപ്ലൈ ചെയ്യും. അങ്ങനെ ഒരുപാട് പേര് അപ്ലൈ ചെയ്യുകയും അതേ തുടർന്നാണ് അവർക്ക് കുറേ മോശം അനുഭവങ്ങൾ ഉണ്ടായത്. പിന്നെ ഈ പറഞ്ഞതുപോലെ അവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതായത് അവരുടെ വീഡിയോയിൽ തന്നെ അവർ പറയുന്നുണ്ട് 3 മണിക്കൂറേ ജോലിയുള്ളൂ, അത് കഴിഞ്ഞാൽ ഡാൻസ്, പാട്ട്, ആ ഒരു സാധനമൊന്നും എനിക്ക് ഒരിക്കലും അത് യോജിക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ 25,000 to 40,000 സാലറി, പിന്നെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എന്നൊക്കെ പറഞ്ഞ് ഇത്രയും വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ എന്നിട്ട് ഇവർ ഓരോ പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ ഡെലിവറി ചാർജ് ഇല്ല, വളരെ തുച്ഛമായ വിലയ്ക്കാണ് വിൽക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ അവർക്ക് എന്താണ് ലാഭമെന്ന് നമ്മൾ ഉറപ്പായിട്ട് ചിന്തിച്ചു പോകും, ഇല്ലേ? ഓഫ് കോഴ്സ് ഒരു മനുഷ്യൻ ചിന്തിച്ചു പോകും, എന്താണ് ഇവർക്ക് ഇതിൽ നിന്ന് ലാഭം കിട്ടുന്നത് എന്ന് ചിന്തിക്കും. അപ്പോൾ വേറൊരു റീലും കൂടി ഞാൻ കൊടുക്കാം, എന്തായാലും അതും കൂടി കണ്ടുനോക്കാം. ഹായ്. അപ്പോൾ നമ്മുടെ ഓഫീസിലെ ഒരു കാഴ്ചയാണ് കേട്ടോ നിങ്ങളെ കാണിക്കുന്നത്. നമ്മുടെ ഓഫീസിലെ പല കാഴ്ചകളും പലർക്കും സഹിക്കാനും താങ്ങാനും പറ്റുന്നില്ല എന്നറിയാം. അപ്പോൾ നമ്മളിതേ ഇതേപോലെയാണ് കേട്ടോ ക്വാണ്ടിറ്റി കൊണ്ടുവരുന്നത്. ഈ ടേബിളിൻ്റെ ഇങ്ങേ അറ്റം തൊട്ട് അങ്ങേ അറ്റം വരെ. വീഡിയോ വന്ന ശേഷം പെട്ടെന്ന് പ്രോഡക്റ്റ് തീരുന്നത് എന്താണെന്ന് ചോദിക്കുന്നവർക്ക് ഫേസ്ബുക്കിൽ കൂടെ ലൈവൊക്കെ വന്ന് ഞങ്ങൾ കറക്റ്റ് ആ ഒരു പർച്ചേസിങ് കാണിച്ച് തരാറുണ്ട്. അപ്പം നമ്മുടെ ഓരോ എക്സിക്യൂട്ടീവ്സിനും അത്രത്തോളം ഓർഡറുകൾ വരുമ്പോൾ അവർ ഒരുമിച്ചാണ് ഇത് പർച്ചേസ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇവിടെ ഒരു എന്താ പറയുക ഉത്സവം പോലെയുള്ള തിരക്കും ബഹളവുമാണ് കേട്ടോ നമ്മുടെ വീഡിയോ വന്നു കഴിയുമ്പം. അപ്പോൾ ഓരോ വീഡിയോയിലും ഇത്രയധികം പീസുകൾ കൊണ്ടുവരുമ്പം നിമിഷങ്ങൾക്കുള്ളിലാണ് തീരുന്നത്. എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുമുണ്ട്, നിങ്ങളെ ഒരാളെ പോലും ഞങ്ങൾ ഫോഴ്സ് ചെയ്യിക്കില്ല. പൂർണ്ണ താല്പര്യത്തോടു കൂടി വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ മാത്രം ഞങ്ങളുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്താൽ മതി. ഞങ്ങൾ എന്തായാലും ഓരോ ഐറ്റവും കൊണ്ടുവരാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ക്വാണ്ടിറ്റിയിലാണ് കൊണ്ടുവരുന്നത്. അത് നിമിഷങ്ങൾക്കുള്ളിൽ തീരുന്നുമുണ്ട്. അത് തന്നെയാണ് ഒലിവിയയുടെ വിജയവും. ഓക്കെ, ഒലിവിയയുടെ വിജയം വാട്ടവർ അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഇത്രയും സ്റ്റാഫും തിങ്ങി നിറഞ്ഞിരിക്കുന്നു കേട്ടോ സ്റ്റാഫുകളൊക്കെ. അത് കാണുമ്പോൾ തന്നെ എന്തോ പോലെ തോന്നുന്നു. പിന്നെ എല്ലാ ശനിയാഴ്ചയും ഇതുപോലെ സ്റ്റാഫുകൾ എടുക്കുന്നു. അപ്പോൾ അതിലൊരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും സ്റ്റാഫുകൾക്ക് ജോലി കൊടുക്കാൻ മാത്രം അവിടെ അത്രയും വലിയൊരു ഇതുണ്ടോ? എനിക്ക് അറിയാൻ പാടില്ല. പിന്നെ ഉള്ള സ്റ്റാഫുകൾ പിരിഞ്ഞു പോകുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ വേറെ സ്റ്റാഫുകളെ എടുക്കുന്നത്. അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. ഡെയിലി എല്ലാ ശനിയാഴ്ചയും ഇങ്ങനെ ഇന്റർവ്യൂ വയ്ക്കണം എന്നുള്ളൊരു ഇതുണ്ടെങ്കിൽ എനിക്കറിയില്ല. അത്രയും സ്റ്റാഫുകൾ വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇവരെല്ലാവരും പിടിച്ച് ജോലി കൊടുക്കാൻ മാത്രം സാധിക്കുമോ? അറിയില്ല. അതൊരു ചോദ്യചിഹ്നമാണ്. കാരണം ഇത്രയും സ്റ്റാഫ് എല്ലാ ശനിയാഴ്ചയും ഇന്റർവ്യൂ വെച്ച് ജോലിക്ക് കയറ്റിക്കൊണ്ടിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും എന്ത് ചെയ്യും?
അതുകൊണ്ട് കുറെ പേര് പിരിഞ്ഞു പോകുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ പിരിച്ചു വിടുന്നുണ്ടായിരിക്കാം. ഇതേതെങ്കിലുമൊക്കെ തുടർന്നായിരിക്കും അടുത്ത എല്ലാ ശനിയാഴ്ചയും ഇങ്ങനെ ആളെടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഒരു തോന്നൽ. ഇതെല്ലാം ചിലവർ ഇതെല്ലാം സഹിച്ച് എന്തെങ്കിലും ദുരിതം ഉണ്ടെങ്കിൽ കൂടി അതെല്ലാം സഹിച്ച് കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും ജീവിക്കണം എന്നുള്ള സിറ്റുവേഷൻ ഉള്ളവർ അവിടെ നിൽക്കും. അത് വേറെ സത്യമാണ്. അതിപ്പോൾ ഈ സ്ഥാപനം എന്നല്ല, ഏത് സ്ഥാപനമായാലും. അപ്പോൾ ഇവിടെ ഇൻസ്റ്റാ പേജിൻ്റെ ഫോട്ടോ ഞാൻ ഒന്ന് കൊടുക്കാം. 3,94,000 ഉണ്ട് ഫോളോവേഴ്സും കാര്യങ്ങളും. അപ്പോൾ അത്രയും സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അടുത്ത് ഇവരിന്ന് ഈ ഒലിവിയയുടെ ഓൺലൈൻ ബിസിനസ് നിർത്തുന്നു എന്ന് പറഞ്ഞ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോ വെച്ചിട്ടുണ്ട്. ഞാനതിൽ പറഞ്ഞ കാര്യങ്ങൾ ഔട്ടായിപ്പോയി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആ പോസ്റ്റിൻ്റെ കമൻറ്റ് ബോക്സ് ഓഫാണ്. എനിക്ക് അതിലൊരു കാര്യം ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഭാഗത്ത് ജെനുവിനിറ്റി ഉണ്ട്, നമ്മൾ ചെയ്യുന്നതിൽ സത്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ കമൻറ്റ് ബോക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഓഫ് ചെയ്ത് വെക്കുന്നത്? എനിക്കത് പേഴ്സണലി യോജിപ്പില്ല. കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിരുന്നു, പക്ഷേ എൻ്റെ വോയിസ് മ്യൂട്ടായിപ്പോയി. ഓക്കെ, കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. പറയുന്നവർ പറയട്ടെ. അങ്ങനെ ഇനിയിപ്പം ഈ പറയുന്ന പോലെ ആർക്കെങ്കിലും എന്തെങ്കിലും നിങ്ങളോട് അസൂയ തോന്നിയിട്ടാണ് പറയുന്നതെങ്കിൽ പറയട്ടെ എന്നല്ലേ വിചാരിക്കണം. പിന്നെ ഒരുപാട് പേര് ഇതുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിൽ സത്യം പറഞ്ഞാൽ ഈ പറയുന്ന പോലെ നിങ്ങളുടെ ഭാഗത്ത് ഒരു ജെനുവിനിറ്റി ഫീൽ ചെയ്യുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ നിങ്ങളുടെ ജെനുവിനിറ്റി തെളിയിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ തെളിയിക്കണം. അതിന് ഏറ്റവും ഒരു മുഖ്യ കാരണമാണ് നിങ്ങളുടെ ആ ഒരു പരസ്യത്തിൽ നിങ്ങൾ പറയുന്നത് ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എന്നുള്ള രീതിയിൽ. ഫ്രീ ഫുഡ്, അക്കോമഡേഷൻ വിട്, ഫ്രീ ഫുഡ് നിങ്ങൾ പറയുന്നുണ്ട്. ആ ഫ്രീ ഫുഡ് പറഞ്ഞിട്ട് നിങ്ങളുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്ഥാപനത്തിലെ മാനേജറോ ഓട്ടോവർ ആരോ ആയിക്കോട്ടെ, അവർ പറയുന്ന ഒരു വോയിസ് എന്ന് പറഞ്ഞിട്ട് ഒരു വോയിസ് പുറത്ത് വന്നിട്ടുണ്ട്. ആ വോയിസിന് നിങ്ങൾ കൃത്യമായ എക്സ്പ്ലനേഷൻ നൽകിയിരിക്കണം. മനസ്സിലായ? ഫ്രീ ഫുഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു വോയിസ് വരുമ്പോൾ അതിന് വളരെ കൃത്യമായ എക്സ്പ്ലനേഷൻ നിങ്ങൾ നൽകണം. അതിന് ബാധ്യസ്ഥരാണ് നിങ്ങൾ. മനസ്സിലായ? എന്തായാലും ആ വോയിസ് ഒന്നുകൂടി ഞാനൊന്ന് കേൾപ്പിക്കാം, കേട്ട് നോക്ക്. ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനാണ്. കഴിഞ്ഞ മാസം ഹോസ്റ്റലിൽ ഫുഡ് കഴിച്ചത് എൻ്റെ ക്യാഷിനാണ്. അത് നിങ്ങൾ ഇതുവരെ പേ ചെയ്തിട്ടില്ല. ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചതിന്റെ 1,500 പേ ചെയ്തിട്ടില്ല. നിങ്ങളെല്ലാം ശമ്പളം വാങ്ങിച്ചു. നാളെ ജിജി വരുമ്പോൾ ക്ലോസ് ചെയ്തില്ലെങ്കിൽ ഇരട്ടി ക്യാഷ് ഞാൻ നിങ്ങളുടെ ഇത് മേടിക്കും, അല്ലെങ്കിൽ ശമ്പളത്തിൽ കട്ട് ചെയ്യും. കാരണം ചോദിച്ചാൽ നിങ്ങളെല്ലാം കൃത്യമായിട്ട് ശമ്പളം മേടിച്ചു, എന്നിട്ട് നിങ്ങൾ ഫുഡ് കഴിച്ച പൈസ തരുന്നതെന്ന് പറയുമ്പോൾ ന്യായീകരിക്കാൻ പറ്റത്തില്ല. നാളെ മുഴുവൻ ക്യാഷും ജിജി എടുത്ത് ക്ലോസ് ചെയ്ത് 1,500 ഒരു മാസം ഫുഡിന്റെ പൈസയും പിന്നെ ഹോസ്റ്റലിൽ കഴിച്ച ഫുഡിന്റെ പൈസ നാളെ തന്നെ ക്ലോസ് ചെയ്തേക്കുന്നത് 18 തീയതി. അപ്പൊ നിങ്ങൾ ഫുഡ് കഴിച്ച പൈസ ഞാൻ കൊടുക്കുന്നു പറയുമ്പോൾ നടക്കുന്ന കാര്യമല്ല. നാളെ അത് ക്ലോസ് ചെയ്തേക്കണം, ഇല്ലെങ്കിൽ ഇരട്ടി ഫൈൻ ഉൾപ്പെടെ ഞാൻ ശമ്പളത്തിൽ കട്ട് ചെയ്യും. ഒരു ന്യായീകരണവും ഇല്ല. പറയുന്നത് അനുസരിക്കുക എന്ന് മാത്രം. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞു വെക്കുന്നത് കണ്ടല്ലോ. നിങ്ങൾ തന്നെ നിങ്ങളുടെ ആഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രീ ഫുഡ് എന്ന്. ഡൗട്ട് ഉണ്ടോ? എങ്കിൽ ഞാൻ കൊടുക്കാം. വെറും 3 മണിക്കൂർ മാത്രം വർക്ക് ചെയ്തുകൊണ്ട് 25,000 രൂപ സാലറി കിട്ടിയാലോ? ഹോസ്റ്റലും ഫുഡും ഫ്രീ ആയാലോ? ഈ ജോലിക്കായിട്ടുള്ള പ്രായപരിധി 18-നും. അപ്പോൾ ഇതിന് വളരെ കൃത്യമായ എക്സ്പ്ലനേഷൻ നിങ്ങൾ തരാൻ ബാധ്യസ്ഥരാണ്. മനസ്സിലായോ? കാരണം നിങ്ങൾ തന്നെ പറയുന്നുണ്ട് ഫ്രീ ഫുഡാണ് കാര്യങ്ങളാണ്. എന്നിട്ട് ഇങ്ങനെ ഒരു സാധനം വരുമ്പോൾ അതിന് എക്സ്പ്ലനേഷൻ തരണം. അല്ലാണ്ട് ഈ പറയുന്ന പോലെ വേറെ കുറേ കമൻറ്റ് ഒക്കെ വിട്, നിങ്ങൾ പറയും ഫേക്കാണ്. പിന്നെ കൺമണി മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ഒരുപാട്. എന്തായാലും എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ സ്ഥാപനത്തിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഫേക്ക് അക്കൗണ്ടുകളിൽ നല്ല ആൾക്കാർ മുന്നോട്ട് വരുന്നത്. ജെന്യുവൻ അക്കൗണ്ട്, അവർക്ക് പറയാനുള്ളതാണ് അവർ പറയാൻ വരുന്നത്. അപ്പോൾ അതിൽ വിശ്വസിക്കാതിരിക്കാൻ വളരെ പോസിബിലിറ്റി കുറവാണ്. കാരണം നിങ്ങളുടെ ഭാഗം ക്ലിയർ ആണെങ്കിൽ നിങ്ങൾ തെളിവ് സഹിതം പറയുക. പിന്നെ ഒലിവിയ ഡിസൈൻസ് പൂട്ടി എന്ന് പറയുന്ന ഒരു സാധനം വന്നിട്ടുള്ളത് കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 3 വർഷക്കാലം വേൾഡ് വൈഡായി നല്ല വിജയം കൈവരിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഒലിവിയയുടെ ഓൺലൈൻ ഓഫീസ് സ്റ്റോപ്പ് ചെയ്യുന്ന വിവരം അറിയിക്കാനാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്നാൽ കഴിഞ്ഞ 20 വർഷക്കാലമായി ഞങ്ങളുടെ സ്വന്തം നാടായ അടൂരിൽ ഞങ്ങളുടെ നാട്ടുകാരുടെ ഏറ്റവും വലിയ സപ്പോർട്ട് കൊണ്ട് കുതിച്ചുയർന്നുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ഷോപ്പ് മുൻപോട്ട് പോകുന്നത്. അതിനി അതിലും സ്ട്രോങ് ആയിട്ട് തന്നെ മുൻപോട്ട് പോകും. മറ്റു പല ബ്രാഞ്ചുകളും സ്റ്റോപ്പ് ചെയ്ത ശേഷമാണ് ഈ ഒരു 3 വർഷക്കാലം ഈ ഒരു ഓൺലൈനിന് വേണ്ടി അതുപോലെ ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. 8,000-ഉം 10,000-ഉം സാലറി വാങ്ങി പല സ്ഥലങ്ങളിലും സ്ട്രെസ്സും സ്ട്രെയിനും എടുത്ത് പല പെൺകുട്ടികളും ജോലി ചെയ്തപ്പോൾ അവരുടെ ഒരു പെൺകുട്ടിക്ക് നല്ലൊരു വരുമാനം കിട്ടിയാൽ ആ ഒരു കുടുംബമാണ് രക്ഷപ്പെടുന്നത് എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി ലാഭത്തിനെയൊക്കെ മാറ്റിവെച്ച് ഞങ്ങൾ ഒരു വെബ്സൈറ്റ്, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ബുദ്ധിയുള്ള ആർക്ക് വേണമെങ്കിലും ചിന്തിക്കാം, ഇന്നത്തെ ബിസിനസ്സിൻ്റെ ഏറ്റവും എല്ലാ ആൾക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയായ വെബ്സൈറ്റ്. അതുകൊണ്ടാണ് മറ്റുള്ള ഷോപ്പുകാർക്ക് നേരെ ഒരു ആക്രമണവും അല്ലെങ്കിൽ ഇതൊന്നും നേരിടേണ്ടി വരാത്തത്. ആ വെബ്സൈറ്റിൽ കൂടെ ഞങ്ങൾ മുൻപോട്ട് പോവുകയായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപയാണ് ഞങ്ങളുടെ എക്സ്പെൻസ് ഒഴിവാക്കാവുന്നത്. ഇത്രയും AC കൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനം, അവിടുത്തെ കറണ്ട് ബില്ല്, മറ്റ് എക്സ്പെൻസുകൾ, സ്റ്റാഫുകളുടെ ഹോസ്റ്റലുകൾ, അതേപോലെ തന്നെ രാവിലെ 11 മണിക്ക് വർക്ക് ചെയ്യുന്ന ഒരു ഓഫീസ്, ഫുൾ എൻജോയ്മെൻറ്റോടുകൂടി നല്ല ഫ്രീഡത്തോടുകൂടി സഹോദരിമാരെ പോലെ എൻ്റെ വീട്ടിൽ ഇവരെ ഞാൻ ചേർത്ത് വെച്ചു. ഇന്ന് എൻ്റെ സ്ഥാപനത്തിൽ നിന്ന് 20,000 മുതൽ 40,000 രൂപ വരെ സാലറി വാങ്ങി ഒരു ഓണത്തിന് പോലും അവധി കൊടുത്തല്ലേ എൻ്റെ വീട്ടിലേക്ക് എനിക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കാല് പിടിച്ചവർ, ആർക്കും വേണ്ടാതെ ഉപേക്ഷിക്കപ്പെട്ടവർ, എല്ലാത്തിനുമുള്ള കൃത്യമായ എവിഡൻസുകൾ അവർ ഓരോരുത്തരും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം എൻ്റെ കയ്യിൽ പ്രൂഫായിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ കയ്യിലുള്ള പ്രൂഫുകളെല്ലാം നിങ്ങൾ
പ്രസൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഭാഗം നിങ്ങളത് ക്ലിയർ ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ ഭാഗത്ത് അത്രയും ന്യായവും കാര്യങ്ങളും ഉണ്ടെന്ന്. പക്ഷേ ഈ വോയിസ് അടക്കം നിങ്ങൾ എക്സ്പ്ലനേഷൻ ചെയ്യണം. അല്ലാണ്ട് ഈ പറയുന്ന പോലെ കുറച്ച് പേപ്പറും കാര്യങ്ങളും എടുത്തുകൊണ്ട് വന്നിട്ട് ഇതാ ഞാൻ സാലറി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പറയുന്ന പോലെ ചിലപ്പോൾ നിങ്ങൾ കുറച്ച് അധികം ആൾക്കാരുമായിട്ട് ഭയങ്കര കമ്പനി ആയിരിക്കും, ബാക്കി കുറേ ഈ പറയുന്ന പോലെ ഒക്കെ ആയിരിക്കാം, നമുക്കൊന്നും അറിയാൻ പാടില്ല. എന്തായാലും ഈ ആൾക്കാർ വന്നിട്ട് ചുമ്മാ ഒരു അലിഗേഷൻസ് ഇങ്ങനെ പറയത്തില്ല. പ്രത്യേകിച്ച് കൺമണിയൊക്കെ ഫേസ് കാണിച്ചും കൊണ്ടാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പം അതൊക്കെ നിങ്ങൾ പറയേണ്ടി വരും. അല്ലാണ്ട് ഈ പറഞ്ഞതുപോലെ ചുമ്മാ വന്നിട്ട് എൻ്റെ കയ്യിൽ കുറേ തെളിവുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് പ്രസൻറ്റ് ചെയ്യുക, അത് കട്ടയ്ക്ക് തെളിവ് സഹിതം പറയുക. പ്രത്യേകിച്ച് ഈ ഫുഡിൻ്റെ കേസിൽ നിങ്ങൾ ഈ പറഞ്ഞല്ലോ, ഫ്രീ ഫുഡെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഹസ്ബൻഡാണെന്ന് തോന്നുന്നു, ആ വ്യക്തി പറയുന്ന അടക്കം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. ഞാനിങ്ങനെ വീഡിയോ ചെയ്തത് കഴിഞ്ഞ വീഡിയോയുടെ വോയിസ് കട്ടായിപ്പോയി. അപ്പം ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അതിൽ എനിക്ക് പറഞ്ഞ് കേട്ടില്ല ആരും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ ചെയ്തത്. അതിൽ കമൻറ്റ് ബോക്സ് ഉൾപ്പെടെ നിങ്ങളുടെ വീഡിയോയിൽ ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ ഓഫാണ്. അതെന്തിന്? അത് ഉൾപ്പെടെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.